നോട്ടുകൾ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട ഈ 500,000 നോട്ടുകൾ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട സൂചനകൾ നേരത്തെ പുറത്തു പോയിരുന്നു എന്നതിൻ്റെ ചില ഉദാഹരണങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. അതായത് ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ നവംബർ 2-ന് ഫേസ്ബുക്കിൽ ഇതുമായി ബന്ധപ്പെട്ട ചില പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതിന്റെ വിവരങ്ങളുമായി ഇപ്പോൾ സിജു സുഗതൻ തത്സമയം ചേരുന്നുണ്ട്. സിജു, നേരത്തെ മുതൽക്കേ തന്നെ പല പ്രമുഖർക്കും ഈ വിഷയം അറിയാമായിരുന്നു. പ്രത്യേകിച്ച് ഒരുപക്ഷെ ജിയോയുടെ ഒക്കെ പ്രഖ്യാപനങ്ങൾ അതുമായി ബന്ധപ്പെടുത്തി പറയുന്നുണ്ടെങ്കിലും അതിലും കൂടുതൽ ആളുകളിലേക്ക് ഈ വിഷയം എത്തിയിരുന്നു എന്ന സൂചനകൾ ലഭിക്കുന്ന രീതിയിലേക്കായി ആണ് ഈ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ്? സൗമ്യ, ഇത് സംബന്ധിച്ച് അതായത് നോട്ടുകൾ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ബി.ജെ.പിക്കും സംഘപരിവാർ കേന്ദ്രങ്ങൾക്കും അറിയാമായിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ പുറത്തു വരുന്നത്. നമുക്കറിയാം, ഫേസ്ബുക്കിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വന്ന ഒരു പോസ്റ്റാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ധീരജ് ദിവാകർ എന്ന് പറയുന്ന ആളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതായത് നവംബർ 2-ാം തീയതിയാണ് അദ്ദേഹം ഇങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത ആഴ്ച, അതായത് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: അടുത്ത ആഴ്ച 1000 അതോടൊപ്പം 500 നോട്ടുകൾ അസാധുവാക്കാൻ സാധ്യതയുണ്ടെന്ന് സൂചന കിട്ടിയിട്ടുണ്ട്. എല്ലാവരും 100-ന്റെ നോട്ടുകളാക്കി ചേഞ്ച് എടുത്തു വയ്ക്കുക. ഇനി അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല എന്നും പറഞ്ഞ് വന്നേക്കരുത് എന്ന തരത്തിലാണ് ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് സംഘപരിവാർ കേന്ദ്രങ്ങൾക്കും അല്ലെങ്കിൽ ഒരുപക്ഷെ ബി.ജെ.പി കേന്ദ്രത്തിൽ തന്നെ ബി.ജെ.പി പാർട്ടി തലത്തിൽ തന്നെ ഇത്തരത്തിലൊരു അറിവ് അണികൾക്ക് പകർന്നിട്ടുണ്ടാകാം എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. നമുക്കറിയാം, ഈ വാർത്ത അതായത് കഴിഞ്ഞ 9 ദിവസം മുമ്പാണ് കേന്ദ്ര സർക്കാർ 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ പിൻവലിച്ചുകൊണ്ടുള്ള നടപടി അർദ്ധരാത്രി 8 മണിക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് തന്നെ വിവരം പുറത്തുവിടുന്നത്. അതിന് മുൻപ്, ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഗുജറാത്തിലെ പല പത്രങ്ങളിൽ ഇത് സംബന്ധിച്ച വാർത്തകൾ വന്നിരുന്നു എന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൂടി വേണം ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളെയും കൂടി കാണാനുള്ളത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത് നവംബർ മാസം 2-ാം തീയതിയാണ്. അതായത് ഏകദേശം 15 ദിവസം മുമ്പ്. ഇപ്പോൾ നോട്ട് പിൻവലിക്കാൻ നടന്നിട്ട് 9 ദിവസം മാത്രമേ ആകുന്നുള്ളൂ. അതായത് കൃത്യം 6-7 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് സംബന്ധിച്ച വിവരങ്ങൾ സംഘപരിവാർ കേന്ദ്രങ്ങൾ അണികൾക്ക് പകർന്നിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് ലഭിക്കുന്നത്. ഇതിൽ തന്നെ ധീരജ് ദിവാകർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ പറയുന്നത് തന്നെയാണ്, അതായത് 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ ഉടനടി പിൻവലിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ 100-ന്റെ ചേഞ്ചുകളാക്കി വെക്കണം എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഈ വാർത്ത സംബന്ധിച്ച് അദാനിയും അതോടൊപ്പം തന്നെ മുകേഷ് അംബാനിമാർക്ക് ആയിരുന്നു എന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം ബി.ജെ.പിയുടെ തന്നെ ഒരു MP പറഞ്ഞിരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇത്തരത്തിൽ നോട്ടുമാറ്റത്തെക്കുറിച്ച് ഒരു സൂചന സംഘപരിവാർ കേന്ദ്രങ്ങൾക്ക് ലഭിച്ചിരുന്നു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തന്നെ ദേശീയ മാധ്യമങ്ങൾ ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു. ഏകദേശം ഈ നോട്ട് പിൻവലിക്കുന്നതിന് മുമ്പുള്ള, അതായത് സെപ്റ്റംബർ മുതലുള്ള മാസങ്ങളിൽ 6 ലക്ഷം കോടിയുടെ, അതായത് മുൻപെങ്ങും ഇല്ലാത്ത വിധത്തിലുള്ള 6 ലക്ഷം കോടിയുടെ നിക്ഷേപമാണ് രാജ്യത്തെ ബാങ്കുകളിൽ എത്തിച്ചേർന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഈ നോട്ട് മാറ്റത്തെക്കുറിച്ച്, 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ മാറ്റുന്നതിനെ കുറിച്ച് സംഘപരിവാർ കേന്ദ്രങ്ങൾക്ക് സൂചന ലഭിച്ചിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത്. ഏതായാലും നിരവധി വാർത്തകൾ ഇത് സംബന്ധിച്ച് സൗമ്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി വാർത്തകൾ, അതായത് ഗുജറാത്തിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സംസ്ഥാനമായ ഗുജറാത്തിലെ പ്രാദേശിക പത്രങ്ങളിൽ ഇത് സംബന്ധിച്ച വാർത്തകൾ വന്നിരുന്നു. അതിന് തുടർച്ചയായി തന്നെ കഴിഞ്ഞ ദിവസം ബി.ജെ.പിയുടെ തന്നെ ഒരു MP ആദ്യം അദ്ദേഹം ഇത് പറയുകയും പിന്നീട് വിവാദമായതിന്റെ പശ്ചാത്തലത്തിൽ ആ പ്രസ്താവന പിൻവലിക്കുകയും ചെയ്തു. അതായത് അദാനിക്കും, നമുക്കറിയാം അദാനി എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുപ്പക്കാരനായ വ്യക്തിയാണ്, ഗുജറാത്തിൽ നിന്നുള്ള വ്യവസായിയാണ്. അദ്ദേഹത്തിനും അംബാനി കുടുംബത്തിനും അടക്കം ഈ വിവരങ്ങൾ അറിയാമായിരുന്നു എന്നാണ്. ഇതിൽ തന്നെ നമുക്കറിയാം, ജിയോയുമായി ബന്ധപ്പെടുത്തി തന്നെ ചില വാർത്തകൾ ഫേസ്ബുക്കിൽ അതോടൊപ്പം തന്നെ വാട്സപ്പ് ട്രോളുകളിലടക്കം വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ സംഘപരിവാർ കേന്ദ്രങ്ങൾക്ക് ഇത് സംബന്ധിച്ചുള്ള സൂചന നേരത്തെ ലഭിച്ചിരുന്നു. അവർ സുരക്ഷിതമായ സ്ഥാനങ്ങളിൽ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം, സമൂഹ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച നിരവധി വാർത്തകൾ വരുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം തന്നെ ഉത്തർപ്രദേശിൽ നിന്ന് തന്നെയുള്ള ഒരു ബി.ജെ.പി നേതാവ് ഏകദേശം 2 കോടിയോളം രൂപയുടെ നിക്ഷേപം ഈ വാർത്ത വരുന്നതിന് ഒരാഴ്ച മുമ്പ് ബാങ്കിൽ നിക്ഷേപം നടത്തിയതിന്റെ വാർത്തകൾ വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ സംഘപരിവാർ കേന്ദ്രങ്ങൾക്ക് ഇത് സംബന്ധിച്ചുള്ള സൂചന നേരത്തെ കിട്ടിയിരുന്നു തന്നെ മനസ്സിലാക്കേണ്ടി വരും. ഏതായാലും ഇപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുന്നു. അടുത്ത ആഴ്ച, അതായത് ധീരജ് ദിവാകർ എന്നയാൾ 2-ാം തീയതി, ഈ മാസം 2-ാം തീയതി പോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. ഈ വരുന്ന ആഴ്ച തന്നെ 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ അസാധുവാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും 100-ന്റെ നോട്ടുകളാക്കി ചേഞ്ച് ചെയ്ത് വെക്കുക. ഇനി അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല എന്ന്
പറഞ്ഞു വന്നേക്കരുത് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഏതായാലും ഒരു വലിയ ചതി അല്ലെങ്കിൽ വലിയൊരു ഗൂഢാലോചന അല്ലെങ്കിൽ സംഘപരിവാർ കേന്ദ്രങ്ങൾ ഇതിൽ സേഫാകാൻ വേണ്ടിയിട്ടുള്ള ഒരു നിലപാട് BJP നേതൃത്വം ഒരുപക്ഷെ എടുത്തിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് ഇത് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഈ സൂചനകൾ ഈ രാജ്യത്ത് തന്നെ പല മേഖലകളിൽ നിന്നും, ഗുജറാത്തിൽ നിന്നായാലും ഉത്തർപ്രദേശിൽ നിന്നായാലും അതോടൊപ്പം തന്നെ BJP MPമാരുടെ വാക്കുകളിൽ നിന്നായാലും ഈ സൂചനകളെല്ലാം വച്ചു വായിക്കുമ്പോൾ ഈ 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ അസാധുവാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്ത, ആ സൂചന സംഘപരിവാർ കേന്ദ്രങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൗമ്യ, ഒരുപക്ഷെ സിജു, അത് തന്നെയാണ് സുപ്രധാനമായ ഒരു വിഷയം. നമുക്കിവിടെ കൃത്യമായി ATMകളിൽ പോലും ഇപ്പോൾ 2000 രൂപയ്ക്കോ അല്ലെങ്കിൽ 50 രൂപയുടെയോ ഒക്കെയോ ബോക്സുകൾ അത് ഫിറ്റ് ചെയ്യുന്നതിനുള്ള താമസം ഒക്കെ തന്നെയും അല്ലെങ്കിൽ ഈ പണമൊക്കെ പലയിടത്തും എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ബാങ്കുകളിലൊക്കെ ഇതൊക്കെയാണ് വലിയൊരു പ്രശ്നമായി കണ്ടുവരുന്നത്. അതായത് നേരത്തെ മുൻകൂട്ടി അറിയിക്കാൻ കഴിയാതിരുന്നത് ഇതിന്റെ ഒരു രഹസ്യ സ്വഭാവം ഉള്ളതുകൊണ്ടാണ്, അത് ആ വിധത്തിൽ സ്പ്രെഡ് ചെയ്യും എന്നുള്ളതുകൊണ്ടാണെന്നൊക്കെ ആയിരുന്നു ന്യായീകരണം. ഇവിടെ ഇപ്പോൾ വമ്പന്മാർ പോലുമല്ല ഈ വിധത്തിൽ സംഖ്യകൾ എന്നറിയപ്പെടുന്ന ഒരുപക്ഷെ ആ വിധത്തിൽ പറയുന്ന തരത്തിലേക്ക് കൂടുതൽ ആളുകളുടെ ഇടയിലേക്ക്, അതായത് അങ്ങനെയുള്ള ആളുകൾക്കിടയിലേക്ക് പോലും ഈ വാർത്ത എത്തിയിരുന്നു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഗൗരവതരമാണ്? സൗമ്യ, ഇത് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചത്. കാരണം ഈ വാർത്ത അതീവ രഹസ്യം, അതായത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് മുൻവർഷം, അത് 1975 കാലഘട്ടത്തിൽ നോട്ട് പിൻവലിച്ചിട്ടുണ്ട്. അന്നൊക്കെ തന്നെ ഈ നോട്ട് പിൻവലിക്കലുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ധനമന്ത്രിയാണ് അത്തരം വാർത്തകൾ പുറത്തുവിടാറുള്ളത്. പക്ഷേ രാജ്യചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി ഒരു അസാധാരണ സാഹചര്യത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഇന്ന് അർദ്ധരാത്രി മുതൽ 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ പിൻവലിക്കുന്നു, അസാധുവാക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തുവിടുന്നത്. പക്ഷേ അതിനെ തുടർന്ന് തന്നെ ഈ നോട്ട് പിൻവലിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ബാങ്കുകളിൽ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപം എങ്ങനെ എത്തി, ഗുജറാത്തിലെ പ്രാദേശിക മാധ്യമങ്ങൾക്ക് ഇത് സംബന്ധിച്ച വിവരങ്ങൾ എങ്ങനെ കിട്ടി, ഫേസ്ബുക്കുകളിൽ ഇങ്ങനെയുള്ള പോസ്റ്റുകൾ എങ്ങനെ വരുന്നു, BJPയുടെ നേതാക്കൾ തന്നെ ഇത് സംബന്ധിച്ച് രാജ്യത്തെ കോടീശ്വരന്മാർ ഇത് നേരത്തെ അറിഞ്ഞിരുന്നു എന്ന് പറയുന്നു. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ സ്വാഭാവികമായും എവിടെയൊക്കെ ഒരു അസ്വാഭാവികതകൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാം, പാർലമെന്റിലടക്കം ഈ വിഷയം വളരെ സജീവമായി കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇന്ന് തന്നെ പ്രതിപക്ഷം ഇത് സംബന്ധിച്ച ആരോപണങ്ങൾ ലോക്സഭയിലും രാജ്യസഭയിലും ഉന്നയിച്ചു. അങ്ങനെ ലോക്സഭയിൽ നിർത്തിവെക്കേണ്ടതായ സാഹചര്യം വന്നിരിക്കുന്നു. ഏതായാലും പ്രതിപക്ഷവും രാജ്യത്തെ മറ്റ് BJP ഒഴികെയുള്ള രാഷ്ട്രീയ കക്ഷികൾ ആരോപിക്കുന്ന ആരോപണങ്ങൾ ശരിയാണെന്ന് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ തെളിഞ്ഞേക്കാം. ഏതായാലും ഇത് സംബന്ധിച്ച സൂചനകൾ 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ അസാധുവാക്കാൻ സാധ്യതയുണ്ടെന്നുള്ള സൂചന കിട്ടിയിട്ടുണ്ട്. ഇത് സ്വാഭാവികമായി നമുക്കറിയാം, കേരളത്തിൽ BJP വേരോട്ടം നടത്താൻ ശ്രമിക്കുന്നു. BJP കഴിഞ്ഞ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ കൂടി തന്നെയാണ് ഇത് വായിച്ചെടുക്കേണ്ടത്. ധീരജ് ദിവാകർ എന്ന് പറയുന്നയാൾ, അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മൊത്തം ഐഡന്റിറ്റി ഇതുവരെ വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹം ഒരു സംഘപരിവാർ പ്രവർത്തകനാണ് സാധ്യത. ധീരജ് ദിവാകർ എന്നയാൾ നവംബർ മാസം 2-ാം തീയതി 2 മണിക്ക് ആണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത ആഴ്ച 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ അസാധുവാക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ എല്ലാവരും 100-ന്റെ നോട്ടുകളാക്കി ചേഞ്ച് എടുത്ത് വെക്കുക എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇതും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം BJP MP പറഞ്ഞതും അദാനിക്കും അംബാനിയും അടക്കമുള്ളവർക്ക് അറിയാമായിരുന്നു നോട്ടുകൾ പിൻവലിക്കുന്ന കാര്യം എന്ന ഈ കാര്യങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ സംഘപരിവാർ കേന്ദ്രങ്ങൾക്ക് BJPയുടെ നേതൃത്വത്തിന് അല്ലെങ്കിൽ അവരെ അണികളെ അറിയിക്കുന്ന തരത്തിൽ ഈ വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഇത് സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലൊരു വാർത്ത അല്ലെങ്കിൽ ഈ വിവരം പുറത്തു പോകുന്നത് തന്നെ രാജ്യദ്രോഹം എന്ന തരത്തിൽ തന്നെയാണ് വിലയിരുത്തപ്പെടേണ്ടത്. കാരണം ഒരുപക്ഷെ ഒരു യുദ്ധസമാന സാഹചര്യം, അതായത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ആകെ ഒരുപക്ഷെ അസ്ഥിരപ്പെടുത്താൻ കഴിയുന്ന തീരുമാനം, രാജ്യത്തിന്റെ പണം എന്ന് പറയുന്നത് ആ പണം പിൻവലിക്കാൻ പോകുന്നു എന്ന് പറയുന്നത് പ്രധാനമന്ത്രി പറഞ്ഞ് രാജ്യം അറിയുന്നതിന് മുമ്പ് ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ആ സംഘപരിവാർ കേന്ദ്രങ്ങൾ അറിഞ്ഞു എന്ന് പറയുന്നത് വളരെ ഗൗരവത്തിലുള്ള വിഷയമാണ്. അവിടെയാണ് സിജു ഒരുപക്ഷെ ഇതിനെതിരെ സംസാരിക്കുന്നത്, അതായത് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ജനങ്ങൾ ഈ നട്ടം തിരിയുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് സംസാരിക്കുന്നവരെ മുഴുവൻ ഒരുപക്ഷെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും രാജ്യദ്രോഹികളായും ഒക്കെ ചിത്രീകരിക്കുന്ന ചിലരുടെ ഭാഗത്തു നിന്നുമാണ് ഇങ്ങനെയൊക്കെ ഇടപെടൽ എന്നതുകൂടി ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ സൗമ്യ, ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, കാരണം അസാധാരണ സാഹചര്യത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി ഈ വിവരം രാജ്യമൊട്ടാകെ അറിയിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നത് പ്രധാനമന്ത്രിക്കും അതോടൊപ്പം തന്നെ ധനകാര്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ BJP അധ്യക്ഷനും മാത്രമാണ് അറിയാമായിരുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ
ഇത് സ്വാഭാവികമായിട്ടും ഈ BJP അധ്യക്ഷനോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ ആ വിവരം എവിടെയൊക്കെയോ ഏതൊക്കെയോ കേന്ദ്രങ്ങളിൽ എത്തപ്പെട്ടിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. ഇത് BJPയുടെ ഒരു MP തന്നെ പറയുമ്പോൾ ഇത് സംബന്ധിച്ച് രാജ്യത്തെ കോടീശ്വരന്മാർക്ക്, കാരണം അംബാനി കുടുംബവുമായും അതോടൊപ്പം തന്നെ അദാനി അടക്കമുള്ളവരുമായിട്ടുള്ള നരേന്ദ്രമോദിയുടെ ബന്ധങ്ങളെക്കുറിച്ച് തന്നെ വിവാദ തരത്തിലുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം അരവിന്ദ് കെജ്രിവാൾ തന്നെ ഇത് സംബന്ധിച്ച് ഒരു വാർത്ത പറഞ്ഞിരുന്നു. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കള്ളപ്പണമുള്ള ആളാണ് എന്ന തരത്തിലാണ്. കാരണം 2012 നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഞാൻ തിരികെ എത്താം. ശ്രീ ജോർജ് കുര്യൻ BJP നേതാവ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ ജോർജ് കുര്യൻ, ഇവിടെ ഇപ്പോൾ ധീരജ് ദിവാകർ എന്ന ഒരാളുടെ ഫേസ്ബുക്കിൽ November 2 പോസ്റ്റ് ചെയ്തൊരു പോസ്റ്റാണ്. ഇത് മാത്രമെടുത്ത് ഞാൻ പറയുകയല്ല. ഇന്നിപ്പോൾ BJP MP-യുടെ ദൃശ്യങ്ങളടക്കം വീഡിയോസ് അടക്കം വന്നിട്ടുണ്ട്. നേരത്തെ തന്നെ പല പ്രമുഖർക്കും ഈ വിഷയം അറിയാമായിരുന്നു, നോട്ട് നിരോധിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം. ഇവിടെ നെട്ടോട്ടമോടുന്ന ജനങ്ങൾ, സാധാരണക്കാരായ ജനങ്ങൾ മാത്രമാണ്. ബാക്കി എല്ലാവരും കാശ് പൊടിച്ച് കല്യാണം നടത്തുന്നവരെയുണ്ട്. ഈ ഒരു സാഹചര്യത്തിലൊക്കെയാണ് നേരത്തെ ഈ വിവരം എവിടെയൊക്കെയോ ലീക്കായിരുന്നു, അറിഞ്ഞിരുന്നു എന്ന കാര്യം കൂടി ചർച്ച ചെയ്യേണ്ടത്. ശ്രീ ജോർജ് കുര്യൻ, ഈ ഫേസ്ബുക്കിലെ ഡേറ്റ് മാറ്റാൻ പറ്റുമോ എന്നുള്ളത് അന്വേഷിക്കണം. കാരണം ഇപ്പൊ ഇത്രയും ദിവസത്തിന് ശേഷം November 2 ഫേസ്ബുക്കിൽ വന്നെന്നൊക്കെ പറഞ്ഞിട്ട് വരണമെങ്കിൽ അല്ല, ഒരു കാര്യം കൂടി ഞാൻ ആഡ് ഓൺ ചെയ്യാം. അതായത് ശ്രീ ജോർജ് കുര്യൻ, പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ, അതായത് ഇങ്ങനെ ഒരു സംഭവം ലീക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടി എടുക്കണം എന്നല്ലേ ഒരുപക്ഷെ താങ്കളെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവ് പറയേണ്ടത്? അല്ലല്ല, നിങ്ങളെ പോലെയുള്ള ചാനലുകൾ എന്ത് പരിപാടിയും പറയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇത് എങ്ങനെയെങ്കിലും രാജ്യം നശിപ്പിക്കണമെന്നുള്ള ആഗ്രഹം മാത്രമുള്ളത്. അതായത് കള്ളനോട്ട് എങ്ങനെയെങ്കിലും ഈ കള്ളപ്പണവും കള്ളനോട്ടും നിലനിൽക്കണം. മോഡിക്ക് അതിന്റെ പേര് ചാനലുകൾ രാജ്യം നശിപ്പിക്കുന്നത് അതെന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയുന്നത്? അടിസ്ഥാനരഹിതമായിട്ടുള്ള പല ന്യൂസും ഇതുപോലെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇല്ല, മാധ്യമങ്ങളെ കുറിച്ച് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് മാധ്യമങ്ങളെ കുറിച്ച് അങ്ങനെ താങ്കൾ പറഞ്ഞത് പിൻവലിക്കണം. ഇത് കള്ളത്തരമാണ്, യാതൊരു സംശയവുമില്ല. ഇതിനെല്ലാം തന്നെ ശ്രീ ജോർജ് കുര്യൻ, മാധ്യമങ്ങളെ ആ വിധത്തിൽ അടച്ചു പറഞ്ഞത് പിൻവലിക്കണം. മാധ്യമങ്ങളെയല്ല, കൈരളി TV ഞാൻ പറഞ്ഞത്. കൈരളി TV എത്രയോ നുണ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എല്ലാ മാധ്യമങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്. അങ്ങനെ കൈരളി TV പറഞ്ഞ ഒരു നുണ പറയൂ. ഞാൻ ഇതിനു മുമ്പും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് തെറ്റാണ്, ഈ പറയുന്ന ന്യൂസ് തെറ്റാണെന്ന്. ഞാൻ പല പ്രാവശ്യം ഇങ്ങനെയുള്ള എന്നോട് ചോദിച്ചതിനെല്ലാം ഞങ്ങൾ പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നാണ്. അതൊരു നുണയാണോ? ആ വിധത്തിൽ കൈരളിയെ കുറിച്ച് അടച്ചാക്ഷേപിച്ച് ആ വിധത്തിൽ പറയുന്നത് ശരിയല്ല ശ്രീ ജോർജ് കുര്യൻ. അല്ല, ഞാനൊരിക്കലും അവിടെ ചാനലിൽ വന്നിരിക്കുമ്പോൾ, സ്റ്റുഡിയോയിൽ വന്നിരിക്കുമ്പം ബ്രിട്ടാസ് എന്നോട് പറയുന്നു വെള്ളാപ്പള്ളി ഒരു പ്രസ്താവന പറഞ്ഞിരിക്കുന്നു, എന്താണ് അഭിപ്രായം എന്ന്. ഞാൻ പറഞ്ഞു അങ്ങനെ പ്രസ്താവന അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. പുറത്തിറങ്ങിയപ്പോഴാണ് അറിയുന്ന അങ്ങനെ ഒരു പ്രസ്താവന ഇല്ല, ഉണ്ടാക്കിയ പ്രസ്താവനയാണ്. കാരണം പഞ്ചായത്ത് ഇലക്ഷൻ ചെയ്യാനോ? പഞ്ചായത്ത് ഇലക്ഷന് ചില കാര്യങ്ങൾ വ്യക്തമായി പറയൂ. താങ്കൾ ഒരു കാര്യം പറയുമ്പോൾ അത് കൃത്യമായി പറയണ്ടേ, അല്ലെങ്കിൽ കേൾക്കുന്ന പ്രേക്ഷകർ എന്ത് കരുതും? കൃത്യമായി പറയൂ. വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു ഇന്ന പഞ്ചായത്തുകളിലെ BJP അധികാരത്തിൽ വരുമെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞല്ലോ, അവിടെ വന്നില്ലല്ലോ എന്നാ ചോദിച്ചത്. പക്ഷെ അതിനുശേഷം അന്വേഷിച്ചപ്പോൾ വെള്ളാപ്പള്ളി അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരു പഞ്ചായത്തിന്റെ പേരെടുത്ത് വെള്ളാപ്പള്ളി പറഞ്ഞിട്ടില്ല എന്ന് എനിക്കറിയാൻ സാധിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് അതിൽ എന്ത് നടപടി എടുത്തു? എന്ത് നടപടി എടുക്കാൻ? ഞാൻ അവിടെ ഇരുന്നുണ്ട് കള്ളത്തരാന്ന് അടുത്ത ദിവസം ഞാൻ പറഞ്ഞു. ഈ ചാനലിനെ വിശ്വസിക്കാൻ പറ്റില്ല, ഇന്നലെ ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞു. ഞാനത് ഇടയ്ക്ക് പറയുന്നതാണല്ലോ. ഇത്തരത്തിലല്ല സംസാരിക്കേണ്ടത്. വെറുതെ അല്ല താങ്കൾ മറ്റൊരു പാർട്ടിയിൽ പ്രവർത്തിച്ച് പിന്നീട് ഇങ്ങനെ ഈ വിധത്തിൽ BJP-യുടെ വക്താവായി നിന്ന് സംസാരിക്കേണ്ടി വരുന്നത്. ഞാൻ വേറെ പാർട്ടിയിലൊന്നും പ്രവർത്തിച്ചിട്ടില്ല. അല്ല, താങ്കൾ ഈ പരാമർശം പിൻവലിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ അഭിപ്രായത്തിലേക്ക് ഞാൻ BJP ഉണ്ടായപ്പോൾ തൊട്ട് BJP-യിലുള്ള ആളാണ്. BJP ഉണ്ടായ രൂപപ്പെട്ട അന്ന് തന്നെ ഞാൻ BJP-യിൽ വന്നയാളാണ്. 1980 ഏപ്രിൽ മാസം 6-ാം തീയതി. നാട്ടുകാർക്ക് മുഴുവൻ അറിയാവുന്നതാണ്. അതിനു മുൻപ് ആ പാർട്ടിക്ക് മുൻപ് ഒരു പാർട്ടി ഉണ്ടായിരുന്നല്ലോ, അതിലുണ്ടായിരുന്നു. ഇതേതായാലും അത് ജനതാ പാർട്ടി എന്നാ BJP ഉണ്ടായത്. ആ BJP-യിൽ ആ സമയത്ത് ഞാനുണ്ട്. കള്ളത്തരങ്ങൾ പറയരുത്, ആൾക്കാരെ വിശ്വസിക്കുകയല്ല. ഇത് പാർട്ടി ചാനലാണെന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ കണ്ടു, അവിടെ കണ്ടു, ഇവിടെ കണ്ടു. വേറെ ആളവിടെ ഇരുന്നുകൊണ്ട് പറയുന്ന കേട്ടല്ലോ, നരേന്ദ്രമോദിയുടെ തന്നെ കള്ളപ്പണമുണ്ട്. ഇതൊരു നല്ല കാര്യം വിജയിപ്പിച്ചതിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. മറ്റുള്ള കാര്യങ്ങൾ മാറ്റിവെക്കുക. ഈ കാര്യത്തെ കുറിച്ച് മാത്രമായി അഭിപ്രായം പറയുകയാണെങ്കിൽ തുടരാം. ഈ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യത്തെ കുറിച്ച് മാത്രം അഭിപ്രായം
അതിന്റെ ഡേറ്റ് മാറ്റാൻ പറ്റുമോ എന്നുള്ളത് സാങ്കേതികമായിട്ട് ശാസ്ത്രീയമായിട്ട് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിന് ശേഷമേ അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇല്ല, ആ വ്യക്തി തന്നെ ഈ വിഷയം, അതായത് ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം ആ വ്യക്തി തന്നെ തന്റെ സ്വന്തം പോസ്റ്റ് വീണ്ടും അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ആ ഫേസ്ബുക്കിൽ തന്നെ വീണ്ടും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഞാൻ പ്രവചിച്ചിരുന്നത് ശരിയായില്ലേ എന്ന്. അതെ, ഞാൻ പറഞ്ഞു അത് ശരിയാണോ നോക്കണം. ഒരാളാണെങ്കിൽ അങ്ങനെ പറയില്ലല്ലോ. ഓരോ വ്യക്തിക്കും തോന്നുന്നതല്ല അവർ എഴുതാറുണ്ട്. അപ്പൊ അതെല്ലാം സർക്കാർ പറഞ്ഞിട്ടാണെന്ന് എങ്ങനെ അറിയുന്നത്? അതാണ്, അത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സർക്കാരിന്റെ പ്രഖ്യാപനങ്ങളായി തന്നെ തീർന്നു. സർക്കാർ വളരെ രഹസ്യമായി വെച്ച സംഭവങ്ങളായി തീർന്നു. താങ്കൾ ദയവായി തുടരുക ശ്രീ ജോർജ് കുര്യൻ, ദയവായി തുടരുക. ശ്രീ PM മനോജ്, ആദ്യം തന്നെ ശ്രീ ജോർജ് കുര്യൻ ഈ വാർത്തയോട് പ്രതികരിച്ചത് ഇത്തരത്തിൽ വ്യാപകമായി തന്നെ പല ആളുകളുടെ പക്കലേക്കും ഈ നോട്ട് വിവരം എത്തിയിരുന്നു എന്ന വാർത്തകൾ തുടർച്ചയായി വരുന്ന പശ്ചാത്തലത്തിലാണ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ അതിനെ ചെറുതാക്കി കാണിച്ചുകൊണ്ട് ഡേറ്റ് തിരുത്താൻ പറ്റുമായിരിക്കും, അങ്ങനെ സംഭവിച്ചതായിരിക്കും എന്ന ജോർജ് കുര്യന്റെ പ്രതികരണം വരുന്നത്. ശ്രീ PM മനോജ്. അല്ല, BJP അങ്ങനെ പറഞ്ഞല്ലേ മതിയാവും. കേരളത്തിലെ ജനങ്ങളുടെ ധൂർത്തും ആഡംബരവും സുഖലോലുപതയും കൊണ്ടാണ് ഇവിടെ ഈ പ്രശ്നം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ പ്രസിഡന്റ് ഇരിക്കുന്ന പാർട്ടിയുടെ മറ്റൊരു നേതാവാണല്ലോ ശ്രീ ജോർജ് കുര്യൻ. അതുകൊണ്ട് അദ്ദേഹത്തെ വെറുതെ ഉപദ്രവിക്കേണ്ട, അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ കഴിയും. ഇവിടെ ഈ ധീരജ് ദിവാകർ, ആ ധീരജ് ദിവാകറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രമൊന്നുമല്ല ഇതിന്റെ വിഷയം. അതിനു മുമ്പ് തന്നെ 6 മാസം മുമ്പ്, കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഈ അഖില എന്ന് പറഞ്ഞ മോഡിയുടെ ഏറ്റവും അടുത്ത ഒരു പത്രാധിപർ നടത്തുന്ന പത്രം, ഗുജറാത്തി പത്രം, ആ പത്രത്തിൽ ഈ വാർത്ത 2 നോട്ടുകളുടെയും 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ വെച്ച് ഇതാ പിൻവലിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് വാർത്ത വരികയും ഇപ്പൊ ഇത് പിൻവലിച്ചത് വിവാദമായപ്പോൾ ഞങ്ങൾ അന്ന് ജനങ്ങളെ ഏപ്രിൽ ഫൂൾ ആക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്ത കഥ നമുക്കറിയാം. എന്ന് മാത്രമല്ല, ഈ തീരുമാനം പൊടുന്നനെയാണല്ലോ പ്രഖ്യാപിക്കുന്നത്. അതിന് തൊട്ട് മുമ്പ് BJPയുടെ ബംഗാൾ ഘടകം ഒരു ഭാഗത്ത്, അതുപോലെ BJPയുമായി ബന്ധപ്പെട്ട വ്യവസായികൾ മറുവശത്ത്, ഇവരൊക്കെ തന്നെ ഈ പണം, കയ്യിലുള്ള പണം 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ വലിയ തോതിൽ കൊണ്ടുപോയി ബാങ്കുകളിൽ നിക്ഷേപിക്കുന്നത് നാം കണ്ടു. അങ്ങനെ കള്ളപ്പണക്കാർക്ക് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് സ്വന്തക്കാരുടെ പണം കൃത്യമായി വെള്ളയാക്കാൻ, ആ കള്ളപ്പണം മാറ്റിയെടുക്കാൻ സന്നാഹങ്ങൾ ഒരുക്കി അത് പൂർത്തിയായ ശേഷമാണ് ഈ പൊടുന്നനെ എന്ന് പറഞ്ഞ പ്രഖ്യാപനം ഉണ്ടായത്. ആ പ്രഖ്യാപനം എന്തിനാണെന്ന് നമുക്കറിയാം. കാരണം ഈ ഉത്തർപ്രദേശിലും പഞ്ചാബിലും നടക്കുന്ന ആ തെരഞ്ഞെടുപ്പിൽ BJP ഒഴികെ മറ്റു പാർട്ടികൾ, അവിടെയുള്ള പ്രാദേശിക പാർട്ടികൾ 2 ഉണ്ട്, കോൺഗ്രസ് വേറെയുണ്ട്. ഇവരൊന്നും കള്ളപ്പണമോ പണമോ ഉപയോഗിക്കാൻ പാടില്ല. അതിന്റെ എല്ലാ സൗകര്യങ്ങളും BJPക്ക് മാത്രമായി ചുരുക്കണം എന്നതായിരുന്നു ഒന്ന്. 2, ഈ തെരഞ്ഞെടുപ്പിന് മുമ്പാകെ നിൽക്കുമ്പോൾ മോഡി ഗവൺമെന്റിന് പറയാൻ എന്തെങ്കിലും വേണ്ടേ? അങ്ങനെ വരുമ്പോൾ ഈ കള്ളപ്പണം, തീവ്രവാദം, അതുപോലെ കള്ളനോട്ട് തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കുകയും അതിനെ സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ വിശേഷിപ്പിക്കുകയും ചെയ്ത് ആളുകളുടെ ദേശാഭിമാനം ഉണർത്തി, അല്ലെങ്കിൽ രാജ്യസ്നേഹം ഉണർത്തി, അതിന്റെ പേരിൽ വോട്ട് വാങ്ങുക, അതിന്റെ പേരിൽ മറ്റു വിഷയങ്ങൾ, BJP ഗവൺമെന്റ്, മോഡി ഗവൺമെന്റ് പ്രതിക്കൂട്ടിലായി നിൽക്കുന്ന മറ്റു വിഷയങ്ങളാകെ ചർച്ച ചെയ്തത് മാറ്റി നിർത്തുക എന്ന ശ്രീ ജോർജ് കുര്യൻ, അവിടെയാണ് ധീരജ് ദിവാകർ എന്നൊരു വ്യക്തിയിലേക്ക് വരെ എത്തി നിൽക്കുന്നു. ഈ ഒരു വിഷയം നേരത്തെ പുറത്തു പോയിരുന്നു, ലീക്കായിപ്പെട്ടിരുന്നു എന്ന കാര്യം. അവിടെ ബാക്കി കോർപ്പറേറ്റുകളെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗുജറാത്തിലെ ആ ദിനപത്രം അന്ന് റിപ്പോർട്ട് ചെയ്തപ്പോൾ അതിനെ ഒരു തമാശ രൂപേണ എന്ന രീതിയിലായിരുന്നു നേരിട്ടിരുന്നത്. ഈ വിധത്തിൽ ഇന്നലെ നടന്ന ആഡംബര കല്യാണം അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെയൊന്നും ആർക്കും ഒരു പ്രശ്നവുമില്ല. ശ്രീ ജോർജ് കുര്യൻ, ഈ ആഡംബര കല്യാണം BJPക്കാരന്റെ ഒന്നുമല്ല. BSR കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാവാണ് ജനാർദ്ദൻ റെഡ്ഡി. 2012 അയാളെ BJP പുറത്താക്കിയിരുന്നു. കേരളത്തിലെ രവിപിള്ള, ശ്രീ ജോർജ് കുര്യൻ, പലരും നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടയിൽ പലരും വരും മാസങ്ങളിലൊക്കെ വിവാഹം നടക്കുന്നവർ എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് ഈ വിധത്തിൽ ഇത്രയേറെ പണം കയ്യിൽ വെച്ചുകൊണ്ട് എങ്ങനെ ഇത് കല്യാണം നടത്താമെന്നത് അടക്കമുള്ള കാര്യങ്ങൾ വരുന്നത്. ഞാനത് ഒരു ഉദാഹരണമായി എടുത്തു പറഞ്ഞതാണ്. മറ്റ് നിരവധി കയ്യിൽ പണം വേണമെന്നെന്താ? വലിയ ഈ ഇവന്റ് മാനേജ്മെന്റുകാരാണെങ്കിൽ ഇതൊക്കെ നടത്തുന്ന വലിയ ഇവന്റ് മാനേജ്മെന്റുകാരാണല്ലോ. അവർക്ക് പണമൊന്നും വേണ്ട, കാർഡിൽ നിന്ന് അവരെടുത്തോളും. അതിന് പൈസ ഒന്നും വേണ്ട. അങ്ങനെ വലിയ ആൾക്കാരുടെ എല്ലാം അങ്ങനെയാണ്. സാധാരണക്കാർക്ക് പ്രശ്നമുള്ളൂ. അവിടെയാണ് സാധാരണക്കാർക്ക് പ്രശ്നമുണ്ട്. അതിനെന്താ സംശയിക്കുന്നത്? സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ഇളക്കാൻ സാധിക്കാഞ്ഞിട്ടാണ് ഫേസ്ബുക്കും കൊണ്ടുവരുന്നത്. അല്ല, ഫേസ്ബുക്ക് കൊണ്ട് നമ്മൾ മാത്രമല്ലല്ലോ വന്നത്. ഭവാനി സിംഗ് എന്ന MP എന്താണ് ഇത് പറഞ്ഞിരിക്കുന്നത്? നേരത്തെ തന്നെ പലർക്കും അറിയാമായിരുന്നു. അദാനി അടക്കമുള്ള നിരവധിയായ കോർപ്പറേറ്റുകൾക്ക് ഈ വിഷയം അറിയാമായിരുന്നു. പലവരും വിപണിയിൽ ഇടപെട്ടിട്ടുള്ള
രീതി കൂടി, ശൈലി കൂടി പരിശോധിക്കേണ്ടതല്ലേ? ശ്രീ പി എം മനോജ്, ആ വിധത്തിൽ കൂടി നോക്കിയാൽ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങളിലേക്കാണ് എത്തുക. കാരണം വലിയൊരു രാഷ്ട്രീയ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട്. നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന വിഷയം കേരളത്തിലെ ആഡംബരമൊക്കെ ആണല്ലോ. അത് പറഞ്ഞത് കുമ്മനമാണ്. ആ കുമ്മനം മാത്രമല്ല, BJPയുടെ സകല നേതാക്കളും പ്രവർത്തകരും പ്രചരിപ്പിക്കുകയാണ് കേരളത്തിലെ സഹകരണ ബാങ്കുകൾ കുഴപ്പത്തിലാണ്. അതെന്തിനാ? അവിടെയാണ് കേരളത്തിലെ ദരിദ്രരുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഉതകുന്നത് വാണിജ്യ ബാങ്കുകളെക്കാൾ സഹകരണ സ്ഥാപനങ്ങളാണെന്ന് കൃത്യമായ റിസർവ് ബാങ്കിന്റെ പഠനം. ആ പഠന റിപ്പോർട്ട് കയ്യിൽ വെച്ചിട്ടാണ് ഇവർ പറയുന്നത് കേരളത്തിലെ സഹകരണ സംഘങ്ങളാകെ കള്ളപ്പണത്തിൻ്റെതാണ്. ഇങ്ങനെ നിരന്തരം വ്യാജ പ്രചരണം നടത്തുക. ആ വ്യാജ പ്രചരണം എന്തിനു വേണ്ടിയാണ് എന്ന് ഞങ്ങളൊക്കെ പറയാറുണ്ട്. അത് തെളിയിക്കുന്നതാണ് ഇപ്പോഴുള്ള ഇവരുടെ ഈ പെരുമാറ്റം. കാരണം ഒറ്റയടിക്ക് കള്ളനോട്ടാണ് ഇന്ത്യയുടെ മൊത്തം പ്രശ്നം, കള്ളപ്പണമാണ് പ്രശ്നം എന്ന് വരുത്തി തീർക്കുകയും ഈ കള്ളപ്പണം, കള്ളനോട്ട് എന്ന് പറയുന്ന ഔദ്യോഗികമായ കണക്ക് വേണമല്ലോ. ആ കണക്ക് വെച്ചിട്ട് നോക്കുമ്പോൾ ഇന്ത്യയിൽ ഇതുവരെ കണ്ടെത്തിയ ഈ കള്ളനോട്ട് എന്ന് പറയുന്നത് 1% താഴെ, അതായത് 0.09% റിസർവ് ബാങ്കിന്റെ കണക്ക് നിൽക്കുന്നത്. അപ്പോ ഇവർ ഈ ഇത്രയും ചെറിയ തുക കണ്ടുപിടിക്കാൻ ഇവരുടെ കഴിവില്ലായ്മ. കാരണം രാജ്യത്ത് സർക്കുലേഷനുള്ള പണം അത് വ്യാജ നോട്ടാണെങ്കിൽ, കള്ളനോട്ടാണെങ്കിൽ കണ്ടുപിടിക്കുമല്ലോ. ഇപ്പൊ ഈ നോട്ട് അവസാനിപ്പിച്ചുകൊണ്ട് കള്ളനോട്ട് ആരെങ്കിലും കൊണ്ടുപോയി ബാങ്കിൽ കൊടുക്കുമോ? ഇല്ലല്ലോ. അത് ഏതെങ്കിലും ഒറ്റപ്പെട്ട അറിയാത്ത സംഭവങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ അതല്ലാതെ ഈ കള്ളനോട്ട് അത് കഴിഞ്ഞ് 2000-ൻ്റെതാണ്. 1000-ന്റെ പിൻവലിച്ച് ഇവർ 2000-ന്റെ ഇറക്കിയത്. ആ 2000-ന്റെ കള്ളനോട്ട് അടിക്കാൻ ഈ കള്ളനോട്ട് മാഫിയക്ക് വല്ല തകരാറുണ്ടോ? അതുകൊണ്ട് ഇവർ ചെയ്യേണ്ട കാര്യങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവായിട്ട്, അതുപോലെ ഈ നോട്ട് പ്രചാരത്തിലിരിക്കുന്ന നോട്ട് അതിന്റെ ആധികാരികത ഉറപ്പുവരുത്താനും അതിൽ വ്യാജന്മാരുണ്ടെങ്കിൽ അത് പിടികൂടാനും കഴിയാത്തത് കൊണ്ട്, അതിന്റെ കഴിവുകേട് കൊണ്ടും, പിന്നെ കള്ളപ്പണം എന്ന് പറയുന്ന ഒരു അത്ഭുതം കണ്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് നമ്മുടെ BJP നേതാക്കൾ സമർപ്പിച്ച സത്യവാങ്മൂലത്തിന്റെ കണക്ക് നോക്കിയാൽ മതി. കെ സുരേന്ദ്രൻ ഇപ്പൊ വലിയ തോതിൽ പ്രചാരണം നടത്തിയ ആളാണ് കെ സുരേന്ദ്രൻ. അദ്ദേഹത്തിന് ഉള്ളിയേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് 9 സെന്റ് സ്ഥലമുണ്ട്. ആ 9 സെന്റിന് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത് 4 ലക്ഷം രൂപയാണ്. അതായത് മിനിമം 10 ലക്ഷം രൂപയെങ്കിലും 1 സെന്റിന് വരുന്ന സ്ഥലത്താണ് 9 സെന്റിന് 4 ലക്ഷം രൂപ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ BJP നേതാക്കൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മുഴുവൻ ആളുകളുടെയും ഈ സത്യവാങ്മൂലം എടുത്തു നോക്ക്, ആ സ്വത്ത് കണക്കെടുത്ത് നോക്ക്, മൊത്തം കള്ളം. ഈ സ്വത്ത് എവിടെയെങ്കിലും വിറ്റിട്ടുണ്ട് അവരുടെ കയ്യിൽ എത്തുന്നത് കള്ളപ്പണമാണ്. ആ കള്ളപ്പണത്തെ നേരിടാൻ കൃത്യമായി എൻഫോഴ്സ്മെന്റ് അതുപോലെ മറ്റു കാര്യങ്ങൾ ശക്തമാക്കുകയും ഇത് മോശം കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല. കള്ളപ്പണത്തിനെതിരായ നടപടികൾ വളരെ കൃത്യമായിട്ട് അവിടെയാണ് ഞാൻ തിരികെ എത്താം. ശ്രീ ജോർജ് കുര്യൻ, ഈ നടപടി, പണം നിരോധിച്ച നടപടിയെ ആരും എതിർത്ത് പറയുന്നില്ല. പക്ഷെ അതിന് പകരം സംവിധാനം വേണമായിരുന്നു. സാധാരണക്കാരായ നമ്മളൊക്കെ ഇങ്ങനെ പോയി ക്യൂവിൽ നിന്ന് പണം ഇല്ലാതെ വീട്ടിലേക്ക് പോകേണ്ട അവസ്ഥ ഉണ്ടാകരുത് എന്നതിനെ കുറിച്ച് മാത്രമാണ് അഭിപ്രായ വ്യത്യാസം. അവിടെയാണ് ഈ വിധത്തിൽ കാര്യങ്ങൾ ലീക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്, പലരും അറിഞ്ഞിരുന്നു, പല കോർപ്പറേറ്റുകളും അറിഞ്ഞിരുന്നു എന്ന കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. ഇവിടെ ഈ വിധത്തിൽ കാര്യങ്ങൾ അറിഞ്ഞിട്ടുള്ളതെല്ലാം BJPയുമായി അടുത്ത ബന്ധമുള്ളവർ അല്ലെങ്കിൽ BJP അനുഭാവികളൊക്കെയാണ്. അത് വെറും ആരോപണമായി മാത്രം കാണാനാകില്ല. അത് ആരോപണം വരുന്നത് MP-മാരുടെ അടുത്തു നിന്ന് വരെ ആകുമ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ പോലും. അതുകൊണ്ട് സംഭവം ലീക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പം പാർലമെന്റിലും അത് തന്നെയാണ് വിഷയം ചർച്ചയായിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ ഇനി എങ്ങനെയാണ് ഗൗരവതരമായ ഈ കാര്യം പരിഗണിക്കപ്പെടുക? ആ വിധത്തിലൊരു നീക്കം BJPയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമോ? ശ്രീ ജോർജ് കുര്യൻ. 10 ദിവസം ഇളക്കിയിട്ടും സഹാക്കന്മാർ ഇളകുന്നില്ല. കാരണം സുരേന്ദ്രന്റെ 9 സെന്റിന്റെ കാര്യം പറഞ്ഞല്ലോ. ഈ ഓരോ നാട്ടിലും സഹാക്കന്മാർക്ക് എത്ര ഏക്കർ ഉണ്ടെന്ന് കൊച്ചു സഹാക്കന്മാർക്കറിയാം, വലിയ സഹാക്കന്മാർക്ക് എത്ര ഏക്കർ ഉണ്ടെന്ന്. അതുകൊണ്ട് ജനങ്ങൾ ഇളകുന്നില്ല, അല്ലെങ്കിൽ സഹാക്കന്മാർ ഇളകുന്നില്ല. ഇപ്പൊ അതുകൊണ്ട് ഫേസ്ബുക്ക് വന്നിട്ടുണ്ട്, അഡാനി, അംബാനി. ആർക്കും ഇളകാൻ സമയമില്ലല്ലോ ശ്രീ ജോർജ് കുര്യൻ, എല്ലാവരും ക്യൂവിലാണല്ലോ. അതൊന്നും ഏക്കാൻ പോകുന്നില്ല. കാരണം ജനങ്ങൾക്കറിയാം ഇത് നല്ല കാര്യത്തിന് വേണ്ടിയാണ്. ഇതിങ്ങനെ വരുന്ന നല്ല കാര്യത്തിന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 10 ദിവസമായി ശ്രീ ജോർജ് കുര്യൻ. ഇപ്പോൾ പല ബാങ്കുകളിലും പൈസ ഇല്ലാത്ത അവസ്ഥയാണ്. പണം ഇതുവരെയും എത്തിയിട്ടില്ല, വാക്കുകൾ മാത്രമേ ഉള്ളൂ. പലയിടത്തും മഷി എത്തിയിട്ടുണ്ട്, പക്ഷെ പൈസ ഇല്ല. ആൾക്കാരെ ചോദിക്കുന്നുണ്ട്, പൈസ കിട്ടുന്നുണ്ട്, ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ പൈസ കിട്ടുന്നുണ്ട്. ചില സമയത്ത് പൈസ കിട്ടുന്നില്ല. അതെല്ലാം ശരിയാണ്. ബുദ്ധിമുട്ടുണ്ടല്ലോ. ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ്, അത് തെറ്റാണ്. പക്ഷേ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, ജനങ്ങൾ സഹകരിക്കുന്നുണ്ട്. എത്രയൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞെടുക്കാൻ നോക്കിയിട്ടും ജനങ്ങളല്ല. കോർപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കാര്യത്തിൽ ഏറ്റവും സഹായിച്ചത് മോഡി സർക്കാരാണ്. 50 ലക്ഷത്തിന് മുകളിലേക്കുള്ളത് ഞങ്ങൾ പരിശോധിക്കുന്നുള്ളൂ എന്ന് ഇൻകം ടാക്സ് അധികൃതർ പറയുന്നുണ്ട്.
ആ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ 5 ലക്ഷത്തിന്റെ മുകളിലേക്കുള്ളത് പരിശോധിക്കാൻ വന്നവരാണ്. ശ്രീ ജോർജ് കുര്യൻ, ഇവിടെ ഞാനിപ്പോൾ ഈ ഒരു ധീരജിന്റെ മാത്രം പോസ്റ്റിനെ വെച്ചുകൊണ്ടല്ല പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭവാനി സിംഗ് എന്ന MP അടക്കമുള്ള വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ പാർലമെന്റിൽ അടക്കം ഇന്ന് വലിയൊരു ആവശ്യമായി ഉയർന്നു വന്നിരിക്കുന്നു. ഈ സംഭവം ലീക്ക് ചെയ്തിട്ടുണ്ട്, നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു, പലരുടെ ഭാഗത്തുനിന്നും അങ്ങനെയുള്ള വെളിപ്പെടുത്തലുകൾ വരുന്നുണ്ട്. ഈ ഒരു കാര്യം എങ്ങനെയായിരിക്കും ഇനി കൈകാര്യം ചെയ്യുക? അല്ല, പാർലമെന്റ് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പ്രശ്നം? പാർലമെന്റിൽ സർക്കാർ മറുപടി പറയുമ്പോൾ അത് തൃപ്തികരമല്ലെങ്കിൽ കോടതിയിൽ പോകാം, അല്ലെങ്കിൽ അല്ല, അത് സ്വാഭാവികമായും BJP പോലെയുള്ള ഒരു ദേശീയ പാർട്ടിക്ക് അത് മറുപടി പറയേണ്ടതിന്റെ ഉത്തരവാദിത്തമില്ലേ? സാധാരണക്കാരെല്ലാം ഇത്തരം കാര്യങ്ങളിലൊക്കെ ഈ ഫേസ്ബുക്കുകാരൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അയാൾ ഭയങ്കര കള്ളപ്പടക്കാരനാണ്, അയാൾക്ക് അറിയാമായിരുന്നു, അയാളുടെ കള്ളപ്പണം മുഴുവൻ അയാൾ മാറ്റിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഫേസ്ബുക്കുകാരനെ പറ്റി ജനങ്ങൾ അറിയട്ടെ, ആ ഫേസ്ബുക്കുകാരനെ പറ്റി അന്വേഷിക്കട്ടെ. അയാൾ തോന്നിയത് അയാൾ എഴുതി കാണുമായിരിക്കും, അല്ലെങ്കിൽ അയാൾ പിന്നീട് എന്തെങ്കിലും ഇവിടെ സാമ്പത്തിക വിദഗ്ധർ പോലും ഇങ്ങനെ ഒരു നടപടി കുറിച്ച് ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ നടപടികൾ ഉണ്ടാകും എന്ന ആദ്യത്തെ പ്രതികരണം അങ്ങനെയായിരുന്നു സാമ്പത്തിക വിദഗ്ധരുടെ. അതിനും അപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു കാര്യം ഗണിച്ചറിയാൻ എന്തായാലും അങ്ങനെ ഒരു സിദ്ധി അദ്ദേഹത്തിനുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അല്ലെ, സ്കൂപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ പത്രക്കാരിയല്ലേ? സ്കൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? മറ്റേ നിങ്ങളാ പത്രവാർത്ത ഹിന്ദി വന്നത് ഞാനൊരു ചാനലില് വിളിച്ചിട്ട് അത് കാണിച്ചു. അതിന്റെ ഹെഡിങ് 2000 രൂപയുടെ നോട്ട് വരുന്നു, അത് റിസർവ് ബാങ്ക് 2000 രൂപയുടെ നോട്ട് ഇറക്കുന്നു എന്ന് അറിയിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് ആ ലേഖകൻ തന്നെ ചോദിക്കുകയാണ്, ഇനി എന്തുകൊണ്ട് ഈ കള്ളപ്പണമായിട്ട് ഭൂരിപക്ഷവും കള്ളപ്പണമായിട്ടുള്ള 1000-ന്റെയും 500-ന്റെയും സർക്കാരിന് മാറ്റിക്കൂടാ എന്ന് അയാൾ ഒരു സ്കൂപ്പ് പോലെ ചോദിക്കുകയാണ്. അവിടെയല്ലേ ശ്രീ ജോർജ് കുര്യൻ നേരത്തെ ശ്രീ PM മനോജ് അടക്കം സൂചിപ്പിച്ചത്? ഗുജറാത്തിൽ നിന്നൊരു പത്രം ഈ കാര്യം റിപ്പോർട്ട് ചെയ്തപ്പോൾ അതിനെ ആക്ഷേപരൂപേണ അതിനെ തള്ളിക്കളയുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. ഞാൻ പറഞ്ഞത് ഇതിനകത്ത് പത്രപ്രവർത്തകരുടെ സ്കൂപ്പ് പ്രവർത്തനത്തെ കുറിച്ചല്ല, BJP-ക്കാർ മാത്രമായി എങ്ങനെ അറിഞ്ഞു എന്നതിനെ കുറിച്ചാണ്. ഒരു സ്കൂപ്പ് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം അത് യാഥാർത്ഥ്യമാണെങ്കിൽ അതിനെ തള്ളിക്കളയും. അതങ്ങനെ ഇല്ലാന്നേ പറയുള്ളൂ. കാരണം അല്ലെങ്കിൽ ന്യൂസ് ഇതായില്ലേ, സ്കൂപ്പാണത്. നിങ്ങൾക്കറിയാവുന്ന, നിങ്ങൾ പത്രപ്രവർത്തകയാണ്, എത്രയോ പേര് ഇങ്ങനെ സ്കൂപ്പുകൾ എഴുതുന്നു, അവരുടെ അഭിപ്രായമാണ് പറഞ്ഞത് അദ്ദേഹം. ഇനി ഇത് പിൻവലിക്കുകയാണെങ്കിൽ എന്താണ് കുഴപ്പമെന്നാണ് അയാൾ ചോദിച്ചത്. അതിന്റെ ഹെഡിങ് ഒരു ചാനലിൽ കാണിച്ചതാണ്, അതിന്റെ കംപ്ലീറ്റ് ന്യൂസ് ഹിന്ദിയിലുള്ള കാണിച്ചതാണ്. ഞാനത് പ്രേക്ഷകരെ കാണിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് കാണിച്ചത്. തീർച്ചയായും ശ്രീ ജോർജ് കുര്യൻ, താങ്കൾ ഈ പറയുന്ന സ്കൂപ്പ് അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ താങ്കൾ ഈ പറയുന്ന സ്കൂപ്പ് BJP-ക്കാർക്ക് മാത്രമായി എങ്ങനെ കിട്ടി? BJP-യുടെ ചില പ്രവർത്തകർ BJP-യുടെ പത്രമൊന്നും അല്ലത്, BJP പത്രക്കാരനാണ്. ഇപ്പൊ നിങ്ങൾ BJP ആണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല, എല്ലാ പത്രക്കാരും BJP-ക്കാരാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഒരു പത്രത്തിന്റെ സ്കൂപ്പാണ്, ഒരു പത്രക്കാരന്റെ സ്കൂപ്പാണ്. ആ ചാനലുകാർ പറഞ്ഞത് ഇങ്ങനെ ഈ BJP MP ഭവാനി സിംഗ് എന്ന ഈ MP-യുടെ വാക്കുകളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ഈ വിഷയം വ്യാപകമായി ഈ വിധത്തിൽ നേരത്തെ ആളുകൾ അറിഞ്ഞിരുന്നു എന്നുള്ളത് കൊണ്ടല്ലേ ഈ കാര്യം പാർലമെന്റിൽ പോലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത്? അല്ലല്ല, ഇത് ജനങ്ങളെ ഇളകുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ജനങ്ങളെ ഇളക്കാൻ വേണ്ടി ഓരോ ശ്രീ ജോർജ് കുര്യൻ, ജനങ്ങൾക്ക് ഇളകാൻ സമയമില്ല, എല്ലാവരും ക്യൂലല്ലേ? ശ്രീ PM മനോജ്, ക്യൂ നിൽക്കുന്ന കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ പോകുന്നുണ്ട് എല്ലാ ദിവസവും. ഒരു 10, 12, 15 മാക്സിമം 20 പേരുണ്ട് ഓരോ ക്യൂവിലും. ഇപ്പോഴ് നേരത്തെ ദിവസങ്ങളിൽ വലിയ ക്യൂ ആയിരുന്നു. ഒരുപക്ഷെ താങ്കൾ ടൗൺ ഏരിയയിൽ എവിടെങ്കിലും ആയിരിക്കും. എന്റെ നാട്ടിലൊന്നും ഇതൊന്നും അല്ല സ്ഥിതി. പല ATM-കൾ പോലും വർക്ക് ചെയ്യാത്തൊരവസ്ഥയായിരുന്നു. ഞാൻ ഗ്രാമപ്രദേശത്ത് പോയി, ടൗണിലും പോയി, അതാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് എന്നാലും എന്റെ നാട്ടിലൊക്കെ പല ATM-കളും അടച്ചിട്ടിരിക്കുകയാണ്. ശ്രീ JR പത്മകുമാർ കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്.